നമസ്കാരം. വളരെ വിശേഷപ്പെട്ടതായ രണ്ട് നമ്പറുകളുമായി ബന്ധപ്പെട്ട തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് രണ്ട് വിശേഷപ്പെട്ടതായ നമ്പറുകളാണ്. അതിൽ ആദ്യത്തേതായ നമ്പർ 175 എന്ന നമ്പറാണ്. രണ്ടാമത്തേതായ നമ്പർ 111 എന്ന നമ്പറാണ്. ഈ രണ്ട് നമ്പറുകളിൽ ഒരു നമ്പർ നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. പുതിയൊരു തുടക്കം നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു മാറ്റം നിങ്ങൾക്ക് അനിവാര്യമായ സാഹചര്യമാണ് എന്ന് പറയാം. ചില കാര്യങ്ങൾ, പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. നിങ്ങൾ അതിനായി പ്രവർത്തിക്കുകയാണ് എങ്കിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്ന സാഹചര്യമുണ്ട്. ഈ സമയം കൂടുതലായും നിങ്ങളുടെ ചിന്തകൾ അതിനെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധ വേണ്ടതാണ്. പോസിറ്റീവായി തന്നെ മാത്രം നിങ്ങൾ ചിന്തിക്കേണ്ടത് അനിവാര്യമാണ്. ഈ സമയം നിങ്ങൾ എന്ത് കാര്യം ആരംഭിച്ചാലും അതിന് പിന്നിൽ ഒരു പ്രയത്നം, അനിവാര്യമായ ഒരു സാഹചര്യമുണ്ട് എന്ന് പറയാം. പണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വിഷമിക്കേണ്ടതായ സാഹചര്യമുണ്ട് എങ്കിലും ഒരു പരിധിവരെയെങ്കിലും, അല്ലെങ്കിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പണം നിങ്ങളിലേക്ക് വന്ന് ചേരുവാനുള്ള വഴികൾ തുറക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. വിശ്വാസം നിങ്ങൾക്ക് അനിവാര്യം തന്നെയാണ്. ഏത് കാര്യത്തിലും വിശ്വാസത്തോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അതല്ല എങ്കിൽ നിങ്ങൾക്ക് തിരിച്ചടികൾ പല കാര്യങ്ങളിലും വന്നു ചേരാം. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന വ്യക്തമായ സൂചന തന്നെ നിങ്ങൾക്ക് ലഭിക്കും. കാലതാമസം വരും എങ്കിലും ശരിയായ സമയത്ത്, ശരിയായ സന്ദർഭത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ പണവുമായി ബന്ധപ്പെട്ട ഒരു സൗഭാഗ്യം അല്ലെങ്കിൽ ഒരു അവസരം നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് പറയാം. വരവ് ചിലവുകളിൽ ഒരു വ്യക്തത അനിവാര്യം തന്നെയാണ്. കുടുംബവുമായി ബന്ധപ്പെട്ടും തൊഴിലുമായി ബന്ധപ്പെട്ടും ഒരു ബാലൻസ് കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുന്നു. ഏറെ സമ്മർദ്ദങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിലും അതിൽ നിന്നും നിങ്ങൾക്ക് ഒരു മാറ്റത്തിന് അല്പസമയം കാത്തിരിക്കേണ്ടതായി വരാം. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ സമയത്ത് തന്നെ, അല്ലെങ്കിൽ ഉടനെ തന്നെ ആ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരണം എന്നില്ല. ആവശ്യമായ വിശ്രമം നിങ്ങൾക്ക് അനിവാര്യമായ ഒരു സമയം കൂടിയാണ്. കൂട്ടുകച്ചവടവുമായി ബന്ധപ്പെട്ട് ലാഭം ലഭിക്കുവാനുള്ള സാധ്യതകൾ തുലോം കൂടുതലാണ് എന്ന കാര്യം ഓർക്കുക. ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ പങ്കാളിയെ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊരു കാര്യത്തിലാണ് എങ്കിലും ശ്രദ്ധയോടെ ആ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടതാണ്. സമചിത്തതയോടെ തന്നെ കാര്യങ്ങൾ നേരിടേണ്ടത് അനിവാര്യമായ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും. എടുത്തുചാട്ടം പോലുള്ള കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി നിങ്ങൾ മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ സമയം തീർച്ചയായും നിങ്ങളുടെ മനസ്സ് പല കാര്യങ്ങളും പറഞ്ഞു എന്ന് പറയാം. അത്തരം ചില കാര്യങ്ങളിൽ ഒരു പുനർവിചിന്തനം നടത്തി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. ചില കാര്യങ്ങൾ പ്രധാനമായും നിങ്ങൾക്ക് അനിവാര്യമായ സാഹചര്യമുണ്ട്. അതിനാൽ തന്നെ ആ മനസ്സിൽ പറയുന്നതായ കാര്യങ്ങൾ, അത് നിങ്ങൾ ചിന്തിക്കുന്നതിലൂടെ ചില കാര്യങ്ങളിൽ ഒരു പോംവഴി നിങ്ങളിലേക്ക് വന്നു ചേരാം. ഈ സമയം സർഗാത്മകമായ കഴിവുകൾ അത് നിങ്ങൾക്ക് വിജയങ്ങൾ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ കൊണ്ടുവരുവാൻ സഹായകരമായി തീരും. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും മാറി ചിന്തിക്കേണ്ടത് അനിവാര്യമാണ്. എന്നാൽ മാത്രമായിരിക്കും പണം നിങ്ങളിലേക്ക് വന്നു ചേരുക. അതിനുള്ള തടസ്സങ്ങൾ തന്നെയാണ് ജീവിതത്തിൽ നിന്നും ഒഴിവായി പോവുക എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിരന്തരമായി നിങ്ങൾ ഊണിലും ഉറക്കത്തിലും ചിന്തിക്കുന്നതായ കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ തുലോം വർദ്ധിക്കുന്ന ഒരു സാഹചര്യവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്നത് വാസ്തവം തന്നെയാണ്.
ഈ സമയം തീർച്ചയായും തൊഴിലിൽ പുതിയ അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. വലിയ ഉയർച്ചയ്ക്കുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം. ഇല്ലായ്മകളെക്കുറിച്ച് ചിന്തിക്കാതെ വരാൻ പോകുന്ന പണത്തെക്കുറിച്ച്, കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. വരവിനെ കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകി അല്ലെങ്കിൽ പ്രാധാന്യം നൽകി ചെലവ് കുറയ്ക്കുവാൻ ഈ സമയം ശ്രദ്ധിക്കേണ്ടതും അനിവാര്യമാണ്. രണ്ടാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. പല കാര്യങ്ങളും നടക്കണം എന്ന് അതിയായി ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും അതുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തമായ പ്ലാൻ നിങ്ങൾക്കുണ്ടോ എന്നത് സംശയമാണ്. അല്ലെങ്കിൽ അത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കാതിരിക്കുകയോ നിങ്ങൾക്ക് അനുകൂലമായ ഫലം നൽകാത്തതായ സാഹചര്യമോ ഉണ്ട്. അതിലൊരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ക്ഷമയില്ലായ്മ നിങ്ങളെ തകർക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം പല കാര്യങ്ങളിലും ക്ഷമയോടെ സമചിത്തതയോടെ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. അത് നിങ്ങൾക്കും ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും ക്ഷമിക്കാനും പൊറുക്കുവാനും തയ്യാറാകുന്ന ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വന്ന് ചേരാവുന്നതാണ്. ചില പിണക്കങ്ങൾ അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടില്ല എന്നൊരു ബോധ്യം നിങ്ങൾക്ക് വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. നിരന്തരമായ പ്രയത്നം അനിവാര്യമായ ഒരു സാഹചര്യമാണ് ഉള്ളത്. ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ഒരു കൺസിസ്റ്റൻസി ആവശ്യമായി വരും. നിങ്ങളുടെ വിജയമന്ത്രം തന്നെയായി അത് മാറും എന്നതാണ് വാസ്തവം. നിരന്തരമായി തന്നെ ആ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് മുന്നോട്ട് പോകണം. പണം ചിലവാക്കുന്നതിൽ ഉത്തരവാദിത്ത ബോധം അനിവാര്യമായ ഒരു സാഹചര്യമുണ്ട്. ബുദ്ധിപരമായ തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കേണ്ടതും അനിവാര്യമാണ് എന്ന് കാണുന്നു. ബുദ്ധിപരമായി എടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ ഗുണകരമായി തീരും. ഭാഗ്യത്തെക്കുറിച്ച് പോസിറ്റീവായി ചിന്തിക്കുവാൻ നിങ്ങൾ ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ഭാഗ്യമുള്ള വ്യക്തിയാണ് എന്ന് ചിന്തിക്കുവാൻ ആരംഭിക്കുന്നുവോ അന്നു മുതൽ തന്നെ ജീവിതത്തിൽ പ്രകടമായ മാറ്റങ്ങൾ നിങ്ങളിലേക്ക് വന്ന് തുടങ്ങും എന്നതാണ് വാസ്തവം. മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ അവ പ്രാക്ടിക്കലാണ് എങ്കിൽ മാത്രം നിങ്ങൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഗുണകരമായിരിക്കില്ല. ചിലർ പറയുന്നു എന്നതുകൊണ്ട് മാത്രം സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാവുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷമായി മാറാം. ചില കാര്യങ്ങളിൽ മാറ്റങ്ങൾ കടന്നു വരേണ്ടത് അനിവാര്യമാണ്. അതുമായി ബന്ധപ്പെടുത്തി ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാം. അതുമായി നിങ്ങൾ പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. സാധാരണ നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ എത്ര തന്നെ പരിശ്രമിച്ചാലും അത് നടക്കുന്നതായ ഒരു സാഹചര്യം ജീവിതത്തിൽ ഉണ്ടാകണം എന്നില്ല. പുതിയ അവസരങ്ങൾ തന്നെ കൈവരുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് വരാം. എന്നാൽ എടുത്തുചാട്ടം പാടില്ല എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഭാവിയെക്കുറിച്ച് ചിന്തിച്ച് മാത്രം നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. പണം നിങ്ങളുടെ കൈകളിൽ വരികയും എന്നാൽ അതേപോലെ തന്നെ പോകുന്നതായ അവസ്ഥ, അതായത് പലപ്പോഴും ധനം കയ്യിൽ നിൽക്കാത്തതിനാൽ വിഷമങ്ങൾ അനുഭവിച്ചു പോരുന്ന ഒരു വ്യക്തികളായി തന്നെ നിങ്ങളെ പരാമർശിക്കുവാൻ സാധിക്കും. അതിനാൽ ബുദ്ധിപരമായി ചിന്തിച്ച് ഈ സമയം പ്രവർത്തിക്കണം. അല്ലെങ്കിൽ പല കാര്യങ്ങളും പണവുമായി ബന്ധപ്പെട്ടും അല്ലാതെയും നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ തുലോം കൂടുതലാണ് എന്ന കാര്യം ഓർക്കണം. സ്വന്തം കഴിവിനാലും ബുദ്ധിയാലും പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി വലിയ ഉയർച്ച കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ട്. അത്തരമൊരു അവസരം നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി നിങ്ങൾക്ക് പ്രദാനം ചെയ്യും. ഈ സമയം ധൈര്യത്തോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് നീങ്ങുക. കാര്യങ്ങൾ നിങ്ങൾക്ക് ക്രമേണ അനുകൂലമായി തീരും.